നമസ്കാരം. JP ടോക്സിന്റെ വോട്ട് വർത്തമാനത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കേട്ടത് വലതുപക്ഷ അഥവാ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രക്രിയകളുടെ ഒരു അവലോകനമാണ്. അവരുടെ വിജയപരാജയ സാധ്യതകളെക്കുറിച്ചൊക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി ശ്രീമാൻ കാദറേനു നമ്മളോട് സംസാരിക്കുകയായിരുന്നു. ഇപ്പോൾ LDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് LDFന്റെ തെരഞ്ഞെടുപ്പ് ചിത്രം വ്യക്തമാക്കിക്കൊണ്ട് LDFന്റെ മീഡിയ സ്പോക്ക് പേഴ്സൺ കൂടിയായിട്ടുള്ള ഷിനീഷ് കണ്ണത്ത് നമ്മളോടൊപ്പം ചേരുകയാണ്. നമുക്ക് JP ടോക്സിന്റെ ഈ ഒരു വിധിയിലേക്ക് ഷിനീഷ് കണ്ണത്തിനെ സ്വാഗതം ചെയ്യാം. നമ്മളിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും അവസാന മണിക്കൂറിലാണ് നിൽക്കുന്നത്. വോട്ടർമാർ ഒരു തീരുമാനമെടുത്ത് അവർ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ തയ്യാറെടുത്തെടുക്കുന്ന ഈ സമയത്ത് കഴിഞ്ഞ ഒരു മാസക്കാലമായി നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രക്രിയകളുടെ പൂർത്തീകരണം, അതിൻ്റെ ഒരു വിലയിരുത്തൽ എത്രത്തോളമാണ്? എന്തൊക്കെയാണ് 13-ാം തീയതി നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധ്യതകൾ? മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 22 വാർഡുകളിലും മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പുമായി ഭാഗമായിട്ട് നടന്നിട്ടുള്ളത്. വളരെ വലിയൊരു പ്രതീക്ഷയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പിലുള്ളത്. മുഴുവൻ സീറ്റുകളിലും വിജയിച്ച് കയറാൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം, അത്തരത്തിലുള്ള അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഇന്ന് മാറഞ്ചേരിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിലവിലെ ഒരു പൊതു അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രചരണവും അതിൻ്റെ മുന്നേറ്റവും സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റവും ഒക്കെ വലിയ രീതിയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഒരു ഭരണ തുടർച്ച തന്നെയാണോ? ഭരണ തുടർച്ച മാറഞ്ചേരിയിലെ ജനം തീരുമാനിച്ചതാണ്. കാരണം 25 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ നേട്ടങ്ങൾ, അതിൻ്റെ തുടർച്ച ഉണ്ടാകുക എന്നുള്ളത് മാറഞ്ചേരിയുടെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പെൻഷനിലടക്കമുള്ള വിവിധ പദ്ധതികളും അത് ജനം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലുടനീളം അത് ഏറ്റെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം മാറഞ്ചേരിയിലും പ്രത്യേകിച്ചിട്ടുണ്ട്. കാരണം 5 വർഷക്കാലത്തെ ഭരണം, 25 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കഴിഞ്ഞ 5 വർഷത്തെ ഭരണത്തിലും ഒരു തരത്തിലുള്ള പോരായ്മകളും ഇല്ലാതെ, ഒരു അഴിമതിയോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഒരു പക്ഷപാതപരമായ പ്രവർത്തനങ്ങളോ ഇല്ലാതെ, സ്വജനപക്ഷപാതമോ ഇല്ലാതെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഭരണമാണ് 5 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നടത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പിലുള്ളത്. നമ്മൾ ആവർത്തിച്ച് പറയുന്ന ഒരു വാചകമാണ് 25 വർഷത്തെ ഭരണകാലം. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തെ ഭരണകാലം അത്ര സുഖകരമായിരുന്നില്ല എന്നാണ് കൂടുതൽ ആക്ഷേപം വരുന്നത്. എന്താണ് കഴിഞ്ഞ 5 വർഷത്തിൽ എടുത്തു കാണിക്കതായി പറയത്തക്കതായി വികസന നേട്ടമായി ഉയർത്തി കാണിക്കുന്നത്? കഴിഞ്ഞ 25 വർഷം എങ്ങനെയാണോ 20 വർഷം എങ്ങനെയാണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിയത്, അതിന്റെ തുടർച്ച തന്നെയാണ് കഴിഞ്ഞ 5 വർഷങ്ങളിലും. കഴിഞ്ഞ 5 വർഷത്തിനിടെ നടന്ന ഏറ്റവും മികച്ച ഒരു വികസന പ്രവർത്തനം എന്താണ് നമുക്ക് എടുത്ത് പറയാൻ? കഴിഞ്ഞ 5 വർഷം കൊണ്ട് നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഇപ്പോൾ നമ്മുടെ ഒരു ഭവന പദ്ധതി, പിന്നെ ലൈഫ് ഭവന പദ്ധതി 356ഓളം വരുന്ന കുടുംബങ്ങൾക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നമ്മൾ വീടുകൾ നൽകിയിട്ടുണ്ട്. അതുമാത്രമല്ല പെൻഷനായാലും മറ്റ് ആനുകൂല്യങ്ങളും, അതോടൊപ്പം തന്നെ പൊതുവായിട്ടുള്ള വികസനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ റോഡായാലും മറ്റ് സംവിധാനങ്ങളായാലും അതിലൊക്കെ വലിയ അളവിൽ ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയേണ്ടതാണ് നമ്മുടെ ഇപ്പോൾ ഏറ്റവും അടുത്തിപ്പോൾ കുണ്ടടവ് പാലം നമ്മുടെ മാറഞ്ചേരിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനം. തീർച്ചയായിട്ടും അത് പ്രാദേശിക ഭരണകൂടത്തിൻ്റെ ആവശ്യം കൂടി മുൻനിർത്തിക്കൊണ്ട് MLA വെച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അങ്ങനെ ഒട്ടനേകം പദ്ധതികൾ നമ്മൾ പിന്നെ ഇതിൻ്റെ പോസ്റ്റൽ OP ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച സാധാരണ മനുഷ്യരൊക്കെ തന്നെ മാറഞ്ചേരി കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ആരോഗ്യ മേഖലയിലെ വിഷയങ്ങൾക്കൊക്കെ വരേണ്ട ഒരു സാഹചര്യത്തിൽ കോസ്റ്റൽ മേഖലയിലുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റൽ OP സംവിധാനം ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമായിരുന്നു കോസ്റ്റൽ OP സംവിധാനം. മാത്രമല്ല നമ്മുടെ ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ തന്നെ അതിൻ്റെ വർക്കുകളും പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പ്രശ്നങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് ഒരു ഡോക്ടർ ഇല്ലാത്ത പ്രശ്നമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നും കഴിഞ്ഞ 5 വർഷക്കാലം നമുക്ക് അങ്ങനെ മാറഞ്ചേരിയിലെ ആളുകൾക്ക് അങ്ങനെ ഇല്ലാത്തൊരു വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു തുടർച്ച എന്ന രീതിയിൽ തീർച്ചയായിട്ടും കഴിഞ്ഞ 20 വർഷം എന്താണോ അതിൻ്റെ തുടർച്ച തന്നെയാണ്. തുറാണത്ത് പുതിയൊരു പാലം വരുന്നു. മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ ഏറ്റവും മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ്. ഒരു ചെറിയ ദ്വീപിനകത്ത്, വളരെ കുറച്ച് ജനങ്ങൾ താമസിക്കുന്ന ദ്വീപിനകത്ത് മഴക്കാലമാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതിജീവിക്കുന്നതിന് വേണ്ടി ഗ്രാമസഭയുടെ നേതൃത്വത്തിൽ, അതിൻ്റെ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ മുന്നേറ്റമാണ് 37 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് തുറാണത്ത് നിർമ്മിക്കുന്ന പാലം എന്ന് പറയുന്നത്. മാത്രമല്ല ടൂറിസം മേഖലയിൽ, ഇപ്പോൾ പുളിക്കക്കടവ് മേഖലയിലെ ടൂറിസം വികസനത്തിന് വേണ്ടിയിട്ട് MLAയുടെ നേതൃത്വത്തിൽ വലിയൊരു ഫണ്ട് മാറ്റിവെച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ മാറഞ്ചേരിയുടെ പിന്നെ ഹോസ്പിറ്റൽ
ഹോസ്പിറ്റലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ മാത്രം 2 ഹോസ്പിറ്റലുകളും ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലും പഞ്ചായത്തിന് കീഴിലുള്ള 2 ഹോസ്പിറ്റലുകളും നവീകരിച്ചതും അതോടൊപ്പം തന്നെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിൽ വളരെ വലിയ വിപുലമായ രീതിയിലുള്ള ഒരു ലാബ് സംവിധാനം നമ്മൾ തുടങ്ങിയത് ഈ 5 വർഷത്തിൻ്റെ ഇടയിലാണ്. പിന്നെ തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് പുളിക്കക്കടവ്, പുറങ്ങ്, കുണ്ടടവ് മേഖലയിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നാണ് കുടിവെള്ളവും കൃഷിഭൂമിയിലേക്ക് ഉപ്പുവെള്ളം കയറുന്ന പ്രശ്നവും. ഇത് പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ട് ഇപ്പോൾ 1-ാം വാർഡിൻ്റെയൊക്കെ മേഖലയിലേക്കകത്ത് ബണ്ട് നിർമ്മാണം പൂർത്തീകരിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ ഏറ്റവും വലിയ ജനങ്ങളുടെ പ്രശ്നമാണ് കുടിവെള്ളം, പിന്നെ പുളി വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട വിഷയം. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് സാധിച്ചത് കഴിഞ്ഞ 5 വർഷം കൊണ്ടാണ്. മാത്രമല്ല ഇപ്പോൾ ആളത്തെ പാലം അതിൻ്റെ പൂർത്തീകരണം കഴിഞ്ഞത് ഈ 5 വർഷക്കാലത്തിൻ്റെ ഇടയിലുള്ള ഒരു പ്രവർത്തനമാണ്. പിന്നെ അങ്ങനെ ഒട്ടനേകം വികസനങ്ങൾ നമുക്ക് എടുത്തു പറയുന്നപ്പോൾ BM കായൽ ലിങ്ക് കനാൽ പദ്ധതി അത് ഗവൺമെൻറ് നടപ്പിലാക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഈ മാറഞ്ചേരിയിലെ കർഷകർക്ക് അനുകൂലമാകുന്ന ഒട്ടനേകം പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പദ്ധതികൾ നമുക്ക് രൂപീകരിക്കാൻ വേണ്ടി സാധിക്കുന്ന സാഹചര്യം നിലവിൽ മാറഞ്ചേരിയിലുണ്ട്. അത് മാത്രമല്ല മറ്റൊന്ന് ഈ സ്ട്രീറ്റ് മെയിൻ പഞ്ചായത്തിലെ ഏറെക്കുറെ എല്ലാ ഒരു 95% വരുന്ന മേഖലകളിലും സ്ട്രീറ്റ് മെയിൻ വലിച്ചുകൊണ്ട് നിലവിലുള്ള തെരുവ് വിളക്കുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 5 വർഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പൊതുവായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ 5 വർഷക്കാലം അതിൻ്റെ പൂർവ്വകാല 20 വർഷക്കാലം എങ്ങനെയാണോ നടത്തിയതുണ്ട് അതിൻ്റെ തുടർച്ചയാണ്. ആ പുതിയ കാലത്തിനനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായ പദ്ധതികൾ ഒട്ടനേകം. ഇപ്പോൾ വ്യായാമ കേന്ദ്രങ്ങൾ, ഇപ്പോൾ മാറഞ്ചേരി സെൻറ്റർ കേന്ദ്രീകരിച്ച് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്കും പ്രായമായ ആളുകൾക്കൊക്കെ വന്ന് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടുന്നത് വ്യായാമ കേന്ദ്രങ്ങൾ ആരംഭിച്ചത് അടക്കമുള്ള ഒട്ടനേകം വികസന പ്രവർത്തനങ്ങൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള വികസന പ്രവർത്തനം ഈ 5 വർഷക്കാലവും നടന്നിട്ടുണ്ട്. അത് പിന്നെ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമായിട്ടും നടത്തുന്ന ഒരു പ്രചരണം മാത്രമാണ് അത്തരത്തിലുള്ള. അതിൽ ഇടപെടുകയാണ്. ഇതിലധികവും നിങ്ങളിപ്പോൾ എണ്ണി പറഞ്ഞതിലധികവും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയൊക്കെ പദ്ധതികളായിട്ടാണ് വരുന്നത്. ഇതേക്കുറിച്ച് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതികൾ എന്ന് പറയുന്നത് ഇപ്പോൾ പിന്നെ ഹോസ്പിറ്റലുമായ പദ്ധതികളൊക്കെ അത് ഒരു ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതി രൂപപ്പെടുമ്പോഴും അതിന് പഞ്ചായത്തിൻ്റെ കൂടി ആലോചനയോടുകൂടി പഞ്ചായത്തിൻ്റെ ആവശ്യപ്രകാരമാണ് ഒരു ബ്ലോക്ക് ഡിവിഷൻ ഒരു പദ്ധതി രൂപം കൊടുക്കുന്നത്. അല്ലാതെ സ്വതന്ത്രമായ ഒരു പദ്ധതി ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉണ്ടാക്കുന്നതല്ല. പകരം നമ്മുടെ പഞ്ചായത്ത് ആവശ്യപ്പെടുന്ന പദ്ധതികളാണ് ബ്ലോക്ക് അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് എന്ന രീതിയിലൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് സഹായിക്കുന്നത്. നമ്മുടെ റോഡുകൾ കഴിഞ്ഞ 5 വർഷവും നിങ്ങൾ പറഞ്ഞതിൽ നമ്മുടെ റോഡുകളുടെ അവസ്ഥ വളരെ മോശമായിരുന്നത് യാഥാർത്ഥ്യമാണ്. കുടിവെള്ള പദ്ധതിയുമായാണ് ആ റോഡുകൾ നഷ്ടപ്പെട്ടത്. പക്ഷെ അതേക്കുറിച്ച് അതിൽ ഇടപെടാൻ ഒരുപക്ഷെ പഞ്ചായത്തിന് കാര്യമായി കഴിഞ്ഞില്ല എന്നുള്ളതാണ് മറ്റൊരു ആരോപണം. റോഡുകളുടെ കാര്യത്തിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ആദ്യഘട്ടത്തിൽ ഈ കഴിഞ്ഞ 5 വർഷത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് മാറഞ്ചേരിയിലെ റോഡുകൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു റോഡിലും ഇത്തരത്തിലുള്ള ഒരു പ്രയാസമോ ഒരു ദുരിതമോ ജനങ്ങൾക്ക് പറയാൻ കഴിയില്ല. അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ കൃത്യമായി അതിൻ്റെ പിന്നെ ഓരോ വർഷവും ഓരോ വാർഡുകളിലെയും റോഡുകൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ നീക്കി വയ്ക്കുകയും അതിനനുസരിച്ച് മാറഞ്ചേരിയിലെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും ഏറെക്കുറെ നല്ല രീതിയിൽ പിന്നെ യാത്രാ സൗകര്യത്തോടു കൂടി പോകാനുള്ള സൗകര്യം നിലവിൽ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 1.5 വർഷക്കാലത്തിനിടയിൽ ജൽജീവൻ മിഷൻ്റെ ഭാഗമായിട്ട് ഒരു വലിയ പദ്ധതിയാണ്. ഭാവിയിലെ ജനങ്ങളെ ബാധിക്കുന്നൊരു പ്രശ്നമാണ് കുടിവെള്ളം, നമുക്കെല്ലാവർക്കും അറിയാം. അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. സ്വാഭാവികമായിട്ടും നാടിൻ്റെ ഒരു വികസനം, അതും ഒരു വലിയ വികസനം വരുന്ന സമയത്ത് നമുക്കതിനോട് സഹകരിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇതോടെ കഴിയുന്നതല്ലല്ലോ മാറഞ്ചേരിയുടെ ഭരണവും ലോകവും എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും അടുത്ത ഒരു ഭരണമുന്നണി വരുമ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു പിന്നെ അജണ്ട എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാന കാര്യം എന്ന് പറയുന്നത് ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് നിലവിൽ പ്രയാസം അനുഭവിക്കുന്ന റോഡുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതൊരു പദ്ധതിയുടെ അല്ലെങ്കിൽ പുരോഗമനത്തിൻ്റെ ഭാഗമായിട്ട് നാട്ടിൽ സംഭവിക്കുക. അത് തെരഞ്ഞെടുപ്പ് കാലത്തായി പോയി എന്നൊരു പ്രയാസം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ഒരു 5 വർഷത്തിൻ്റെ തുടക്കത്തിലോ അല്ലെങ്കിൽ ഭരണസമിതിയുടെ തുടക്കത്തിലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു കാര്യം ഒരു സംസാര വിഷയമായി നാട്ടിൽ ഉണ്ടാവാനുള്ള സാഹചര്യം ഉണ്ടാവില്ല എന്നാണ് കരുതുന്നത്. ശരി, രാഷ്ട്രീയപരമായി നമ്മൾ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. LDF പ്രചരണ രംഗത്ത് നേരിട്ട വെല്ലുവിളി എന്തായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്തായിരുന്നു? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലുടനീളം വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം കേരളം ലോകത്തിന് മാതൃകയാകുന്ന തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്ത് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം ഈ രാജ്യത്തിന് നേരെ വലിയ രീതിയിലുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഈ ഇന്ത്യ രാജ്യത്തിലെ മതേതരത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവരുടെ ഒരു പ്രതീക്ഷ
ഒരു 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 തുരുത്ത്, പ്രതീക്ഷയുടെ ഒരു തുരുത്തെന്ന് പറയുന്നത് കേരളമാണ്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയം, അല്ലെങ്കിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങളെയും അല്ലെങ്കിൽ ഫാസിസ്റ്റ് നയങ്ങളെയും ചെറുക്കുക. അതോടൊപ്പം തന്നെ മതതീവ്രവാദ സംഘടനകളുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ മാറഞ്ചേരി പഞ്ചായത്തിലടക്കമുള്ള സ്ഥലങ്ങളിൽ നമുക്കറിയാം ജമായത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയോട് ചേർന്ന് നിൽക്കുക എന്ന് മാത്രമല്ല, ഒരു പരസ്യമായ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഒരു മുന്നണി രൂപീകരിച്ചുകൊണ്ട് 2 സീറ്റുകളിൽ UDF മത്സരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ മാറഞ്ചേരിയിലെ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. മാറഞ്ചേരിയിലെ ജനം എന്ന് പറഞ്ഞാൽ അവർ വളരെയധികം മതേതര ബോധമുള്ള മനുഷ്യരാണ്. ആ ജനം അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രത്യാഘാതം UDFനെ സംബന്ധിച്ചുണ്ടാകും. ഞങ്ങളെ സംബന്ധിച്ച് എക്കാലത്തും അത്തരത്തിലുള്ള മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുക, തെരഞ്ഞെടുപ്പിൽ വളരെ മതേതര മൂല്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള, ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ആലോചനകളുമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ കാലങ്ങളും നടത്തിയിട്ടുള്ളത്. ജമാഅത്തുമായി ഇസ്ലാമിയുമായി കോൺഗ്രസ് ഉണ്ടാക്കിയിട്ടുള്ള അലയൻസ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗങ്ങൾ തന്നെ നേരിട്ട് വന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന സംഭവവികാസങ്ങളൊക്കെ ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചതാണ്. ഇത് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് LDFന് അനുകൂലമാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ജനം ആ വിഷയം കൈകാര്യം ചെയ്യുക? 100% എല്ലാ വാർഡുകളിലേക്കും ബാധകമാകും. 100% ഈ തെരഞ്ഞെടുപ്പിൽ മാറഞ്ചേരി കാണാൻ പോകുന്ന, മാറഞ്ചേരിയിലെ കോൺഗ്രസ് അനുഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ പതനം എന്ന് പറയുന്നത് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ അവർ നടത്തിയിട്ടുള്ള ഈ അലയൻസാണ്. ഒരു സംശയം അതിനകത്ത് വേണ്ട. മാറഞ്ചേരി പോലെയുള്ള സാംസ്കാരികമായും അതുപോലെ തന്നെ മതേതരത്വ മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുന്ന ഒട്ടനേകം പാരമ്പര്യമുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾ വളർന്നു വന്നിട്ടുള്ള, അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്കൊക്കെ വലിയ വളക്കൂറുണ്ടായിട്ടുള്ള വലിയ നേതാക്കന്മാർ വളർന്നു വന്നിട്ടുള്ള നമ്മുടെ ഒരു മാറഞ്ചേരി പോലെയുള്ള പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു ധ്രുവീകരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസ് ശ്രമിച്ചു എന്ന് പറയുന്നത് മാറഞ്ചേരിയിലെ ജനതയ്ക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല. മതേതര മൂല്യം ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ മനസ്സുകളിൽ ഹൃദയത്തിലേറ്റിട്ടുള്ള ഏറ്റവും വലിയ മുറിവാണ്. മാറഞ്ചേരിയിലെ ഓരോ വീടുകളിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പ് വേളയിൽ നമ്മൾ പ്രചരണ പ്രവർത്തനവുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് അത് വലിയ രീതിയിൽ കോൺഗ്രസിനെ ബാധിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. ഏതെങ്കിലും ഒരു മതസംഘടന ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു പിന്തുണ പ്രഖ്യാപിക്കുകയല്ല ഇവിടെ ചെയ്യുന്നത്. പകരം പരസ്യമായി എന്ത് വന്നാലും വേണ്ടില്ല LDFനെ പരാജയപ്പെടുത്തണം എന്ന് കണ്ടുകൊണ്ട് ഏറ്റവും വലിയ തീവ്രവാദ പ്രസ്ഥാനമായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിയെ ചേർന്നുകൊണ്ടിട്ടുള്ള ഒരു UDFൻ്റെ ഈ ഒരു ഈ ബാന്ധവം തീർച്ചയായിട്ടും അത് മാറഞ്ചേരിയിലെ ജനം തിരിച്ചറിയും. 13-ാം തീയതി റിസൾട്ട് വരുന്ന സമയത്ത് കോൺഗ്രസ് വലിയ വേരോട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ് മാറഞ്ചേരി. എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു കോൺഗ്രസ്സാണ് മാറഞ്ചേരിയിൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ആ കോൺഗ്രസ്സിന് പറ്റിയ അപജയം, അതിൻ്റെ പ്രാദേശിക നേതൃത്വത്തിന് പറ്റിയിട്ടുള്ള അപജയം തിരുത്തുന്നതിന് വേണ്ടി മാറഞ്ചേരിയിലെ പ്രബുദ്ധരായ ജനത തയ്യാറാകുമെന്നും 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ അതൊരു പ്രഹരമായി കോൺഗ്രസ്സിന് മാറുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇന്നു മുതലാണ് LDFന് അല്ലെങ്കിൽ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾക്ക് ജമാഅത്തെ ഇസ്ലാമി ഇത്രയും വലിയ തീവ്രവാദ പാർട്ടിയായത്. ജമായത്ത് ഇസ്ലാമി തീവ്രവാദ പാർട്ടിയാണെന്നുള്ള എല്ലാ കാലത്തെയും ജമായത്ത് ഇസ്ലാമി തീവ്രവാദ പാർട്ടിയാണെന്ന് ജമായത്ത് ഇസ്ലാമി രൂപീകരിക്കുന്ന ഘട്ടം മുതൽ തന്നെ ജമായത്ത് ഇസ്ലാമിയുടെ നയങ്ങൾ അതാണ്. അവരുടെ നയം അങ്ങനെയാണ്. ഇസ്ലാമിക തീവ്രവാദ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാവുക എന്ന് പറയുന്ന ഇതിനെയാണല്ലോ നമ്മൾ ഒരു തീവ്രവാദ സ്വഭാവത്തോട് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫാസിസ്റ്റ് രൂപത്തിലുള്ള ഭരണകൂടം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ RSSനെ പറയുന്നത് പോലെ RSSും ജമായത്ത് ഇസ്ലാമിയൊക്കെ ഒരു നാണയത്തിൻ്റെ ഇരുവശമാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തെ സംബന്ധിച്ച് എല്ലാ കാലത്തും അങ്ങനെയാണ്. എല്ലാ കാലത്തും ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് പലപ്പോഴായി ഇടതുപക്ഷം വാങ്ങിച്ചിട്ടുണ്ട്. അത് പരസ്യമായും രഹസ്യമായും. ഇത് നിഷേധിക്കുന്നുണ്ട്. ജമാഅത്ത് ഇസ്ലാമിയുടെ വോട്ട് ഒരു ഘട്ടങ്ങളിലും ഒരു തവണ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവശ്യപ്പെട്ട് മേടിച്ചിട്ടില്ല. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന വെച്ചുകൊണ്ടിട്ടുള്ള ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പെടുക്കുന്ന ഒരു സാധനമാണ് തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ ഭരണഘടനയാണ് തെരഞ്ഞെടുപ്പിന്റെ ആധാരം. ആ ഭരണഘടനയെ വെച്ചുകൊണ്ടാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അല്ലാതെ CPMന്റെ ഭരണഘടനയോ മാനിഫെസ്റ്റോ വെച്ചുകൊണ്ടല്ല. പറഞ്ഞെടുത്ത് തന്നെ ഇത് ഏറ്റവും വ്യക്തമായി പറയാണ്. 95-ലെ ഗുരുവായൂരിലെ ഇലക്ഷനിൽ അന്നത്തെ UDFന്റെ സ്ഥാനാർത്ഥി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് PDPയുടെ മദനിയാണ് മത്സരിച്ചിരുന്നത്. അതിനെതിരെ PT കുഞ്ഞുമുഹമ്മദാണ് മത്സരിച്ചിരുന്നത്. അന്ന് PT കുഞ്ഞുമുഹമ്മദിന്റെ പരസ്യമായി ആദ്യമായി ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് വോട്ട് വരുന്നത് പരസ്യമായ ഓഫീസ് തുറന്ന് സോളിഡാരിറ്റിയുടെ എല്ലാ പ്രവർത്തകരും നേരിട്ട് വന്ന് ഓഫീസ് തുറന്നുകൊണ്ട് ആണ്
PT കുഞ്ഞുമുഹമ്മദിന് വേണ്ടി വോട്ട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പരസ്യമായിരുന്നു. ശേഷം നടന്ന പെരിന്തൽമണ്ണ ഉപതെരഞ്ഞെടുപ്പിൽ കുറ്റിപ്പുറത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ PDPയുമായി മദനിയുമായി ചേർന്നുകൊണ്ട് ഒക്കെ CPM വോട്ട് ചോദിക്കുകയും അത് പരസ്യമായി തന്നെ നിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അന്നത്തെ ഒരു നിലപാടിൽ നിന്നും ഇന്നത്തെ നിലപാടിലേക്കുള്ള മാറ്റം എങ്ങനെയാണ്? ഇന്നത്തെ നിലപാടിലേക്ക് അത് ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് മതസംഘടന, ഞാൻ അതാ നേരത്തെ പറഞ്ഞു വന്നത്, ഒരു ജനാധിപത്യ കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു രാജ്യത്തിനകത്ത് ഏതൊരു രാഷ്ട്രീയ പാർട്ടി, ഏതൊരു മതസംഘടനകൾക്കും ഏതൊരു വ്യക്തിക്കും അവരുടെ വോട്ടുകൾ ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന സംഘടന മാത്രമല്ല, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇപ്പോൾ SNDP അല്ലെങ്കിൽ NSS അല്ലെങ്കിൽ ഇതര സംഘടനകൾ, മതസംഘടനകൾ ഒക്കെ അവരവരുടെ ആ ഒരു കാലഘട്ടത്തിലെ സ്ഥാനാർത്ഥിയെയും ആ കാലഘട്ടത്തിലെ രാഷ്ട്രീയവും മുൻനിർത്തിക്കൊണ്ട് അവരുടെ പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ട്. ഞങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ കൂടിയാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ വോട്ട് ഇവർക്കാണെന്ന് പ്രഖ്യാപിക്കാറുണ്ട്. അതിനപ്പുറത്ത് ഒരു തെരഞ്ഞെടുപ്പിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലുള്ള ഐക്യവും ഒരു സംഘടനകളുമായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. സ്വാഭാവികമായിട്ട് ചില ആളുകൾ ഇടപെടല് മദനിയെ കൈ പിടിച്ചുകൊണ്ട് വേദിയിലേക്ക് പിണറായി വിജയൻ അന്ന് പാർട്ടി സെക്രട്ടറി ആക്കുമ്പോൾ കയറ്റി ഇരുത്തിക്കൊണ്ടാണ് കുറ്റിപ്പുറത്തും ചമ്മട്ടംഷനിലൊക്കെ നമ്മളെ കാഴ്ച നേരിട്ട് കണ്ടവരാണ്. മദനിയുമായി ബന്ധപ്പെട്ട അല്ല നിങ്ങൾ ചോദിച്ചത്, മദനിയുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ PDPയുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് വേളയിൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും PDPയുമായിട്ട് ഇന്നും PDP എന്ന് പറയുന്ന ഒരു മുന്നണി ചേർത്തിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണിയിലുള്ള പാർട്ടിയല്ല PDP എന്ന് പറയുന്നത്. PDP തെരഞ്ഞെടുപ്പ് വേളയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്താറുണ്ട്. അല്ലാതെ ഒരു തലത്തിലും ഒരു സമയത്തും, നിങ്ങൾക്കറിയാം എന്താണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുന്നണി എന്ന് പറയും. മുന്നണി എന്ന് പറഞ്ഞാൽ നമ്മളോട് ചേർന്ന് നിൽക്കുക. മറ്റത് ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, മതസംഘടനകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, വ്യക്തികൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി പിന്നെ ഇടതുപക്ഷത്തിനാണ് ഞാൻ വോട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. അത് സംഘടനകൾക്കുണ്ട്, മതസംഘടനകൾക്കുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. ഒരു തരത്തിലും ഒരു കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു തരത്തിലുള്ള മുന്നണി ഐക്യവും ഇവരുമായിട്ടൊന്നും ഒരു കാലത്തും ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ശരി. നമുക്ക് മാർജലിലേക്ക് തിരിച്ചു വരുമ്പോൾ ഈ പറഞ്ഞ 25 വർഷത്തെ സുവർണ കാലഘട്ടത്തിനിടക്കാണ് രണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞ ഭാഷയിൽ പറഞ്ഞ തീവ്രവാദ ഗ്രൂപ്പുകൾ എന്ന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ ബോധം എന്ന് പറയുന്ന രണ്ട് സംഘടനകൾക്ക് ഇതര പ്രദേശങ്ങളിലേക്കാൾക്ക് വിഭിന്നമായി സ്വന്തമായി അക്കൗണ്ട് തുറക്കാൻ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞത്. ഇത് ആരുടെ അപജയമാണ്? അതിനെ എങ്ങനെയാണ് ഇടതുപക്ഷം ചെറുത്തു തോൽപ്പിക്കുന്നത്? നിങ്ങൾ ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്ത് കൃത്യമായിട്ട് പറയാം. BJP ആദ്യമായി അക്കൗണ്ട് തുറന്നതും അതുപോലെ തന്നെ SDPI അക്കൗണ്ട് തുറന്നതും മാറഞ്ചേരി പഞ്ചായത്തിലാണ്. അതും ഈ പറഞ്ഞ 25 വർഷത്തെ സുവർണ കാലഘട്ടം എന്ന് LDF പറയുന്ന ആ കാലഘട്ടത്തിനിടയിലാണ്. ഇപ്പോഴും അവർ ശക്തമായ മത്സരവുമായി 2 വാർഡിൽ സജീവമായിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു സ്ഥലത്ത് ലീഗുമായി നേരിട്ടിട്ട് ഏറ്റുമുട്ടുന്നു, മറ്റൊരു സ്ഥലത്ത് CPMുമായി നേരിട്ട് ഏറ്റുമുട്ടുന്നു. ഈ ഒരു അക്കൗണ്ട് തുറക്കേണ്ടായ സാഹചര്യത്തിൽ നിന്നും ആ അക്കൗണ്ട് പൂട്ടിക്കാനും ഇനി വരാതിരിക്കാനും എന്തൊക്കെ നടപടികൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് സ്വീകരിക്കും? മാറഞ്ചേരി പഞ്ചായത്തിലെന്നല്ല, കേരളത്തിൽ എവിടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രത്യേകിച്ച് CPM പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികളുടെയോ പോരായ്മ കൊണ്ട് ഒരു പ്രദേശത്ത് ഒരു വർഗീയ സംഘടന രൂപപ്പെട്ടു വരികയല്ല. മറ്റ് സഖ്യങ്ങളുമായി, മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് നിന്ന് അവർ അധികാരത്തിൽ വരുന്ന അല്ലെങ്കിൽ ഭരണം അല്ലെങ്കിൽ വാർഡ് പിടിക്കുന്ന കാര്യങ്ങളുണ്ടാവുന്നത്. ഇപ്പോൾ മാറഞ്ചേരി പഞ്ചായത്തിൽ നിങ്ങൾ സൂചിപ്പിച്ച 4-ാം വാർഡിൽ BJP ജയിക്കുന്നു എന്ന് പറയുന്നത് ആ സമയത്ത് അവിടെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു അലയൻസിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു കോൺഗ്രസ് BJP ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അതിനുശേഷം നമ്മൾ ആ വാർഡ് തിരിച്ചു പിടിച്ചു, അതിനാവശ്യമായ രീതിയിലുള്ള ഉയർന്ന് പ്രവർത്തിച്ചു. ഇത്തരത്തിലുള്ള ഒരു വർഗീയ സംഘടനകളെയും ഒരു ഇടം കൊടുക്കാത്ത തരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനാ രീതിയിൽ ഞങ്ങൾ അതിനെ കൗണ്ടർ ചെയ്തു. മറ്റൊന്ന് നിങ്ങൾ പറയുന്നത് 17-ാം വാർഡാവും സൂചിപ്പിക്കുന്നത്, SDPയുടെ വാർഡ്, SDPI മത്സരിച്ചത്. അവിടുത്തെ പരാജയം നിങ്ങൾക്കറിയാം. മാറഞ്ചേരി പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് തീരെ സ്വാധീനമില്ലാത്തൊരു മേഖലയാണ്. വളരെ കുറച്ച് വോട്ടുള്ള, വളരെ കുറച്ച് പ്രവർത്തകരുള്ള ഒരു മേഖലയാണ് ഈ മാരാമുറ്റം എന്ന് പറയുന്ന 17-ാം വാർഡ് എന്ന് പറയുന്നത്. അവിടെ എങ്ങനെയാണ് അത് വന്നത് നമുക്ക് ആ സാഹചര്യം നമുക്കറിയാം അല്ലേ. ഏറ്റവും കൂടുതൽ ലീഗ് ഏറെക്കാലം സീറ്റ് ഒരു കാലഘട്ടത്തിലും ലീഗിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടാത്തൊരു സീറ്റിനകത്താണ് SDPI പോലെയുള്ള സംഘടന. ജമാഅത്ത് ഇസ്ലാമി അവിടെ അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു. ഒരു ത്രികോണ മത്സരം നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ SDPI ജയിക്കുന്നു പറഞ്ഞാൽ അവിടെ പരാജയപ്പെടുന്നത് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിന്റെ നയങ്ങളും മുസ്ലിം ലീഗ് വേണ്ടത്ര പ്രാദേശിക
പ്രാദേശികമായ ഇടപെടലുകളുടെ ശേഷിയില്ലായ്മയാണ് ഇതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരത്തിലുള്ള സ്വാധീനത്തിനുള്ള കാരണം. അവിടെ ഇടതുപക്ഷത്തിന്റെ സ്പേസ് അല്ല, ഇടതുപക്ഷം അതിനെ പരമാവധി ഫൈറ്റ് ചെയ്ത് അവിടെ ആ ഒരു രംഗത്ത് വന്നു. വീണ്ടും നമ്മൾ തെരഞ്ഞെടുപ്പ് നേരിടുകയാണ്. ഈ പറയുന്ന 2 വാർഡുകൾ അല്ലെ, ഒരു വാർഡ് നമ്മൾ തിരിച്ചു പിടിച്ച വാർഡാണ്. ഇനി ഈ 2 വാർഡുകളിലും വീണ്ടും അവർ അല്ലെങ്കിൽ തിരിച്ചു വരാതിരിക്കാൻ എന്തൊക്കെ സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല മികച്ച സ്ഥാനാർത്ഥികളെയാണ് 2 വാർഡുകളിലും വെച്ചിട്ടുള്ളത്. ഇപ്പോൾ ജിതിൻ 5-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്ന ആ വാർഡിലെ ഏറ്റവും മികവുറ്റ ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഈ ഒരു യുവജന നേതാവാണ് ജിതിൻ. തീർച്ചയായിട്ടും ആ ജനങ്ങൾക്കിടയിൽ അത്രമാത്രം എത്രയോ വർഷക്കാലമായി നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മാറഞ്ചേരിയിൽ നമുക്ക് ഏറ്റവും മികച്ച കാൻഡിഡേറ്റ് ആയിട്ട് ഞങ്ങൾക്ക് വയ്ക്കാൻ കഴിയുന്ന, ആ വാർഡിൽ വയ്ക്കാൻ കഴിയുന്ന മികച്ച കാൻഡിഡേറ്റ് എന്ന രീതിയിലാണ് ജിതിനെ അവിടെ വെച്ചിട്ടുള്ളത്. ഒന്നത്. മറ്റൊരു വാർഡിൽ നമ്മുടെ ലോക്കൽ കമ്മിറ്റി അംഗവും മുൻ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നുള്ള സുബൈദത്ത ആണ്. അവിടെ വനിതാ വാർഡാണെന്നുള്ളത് കൊണ്ട് അവരാണ് മത്സരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വയ്ക്കാവുന്ന ലോക്കൽ കമ്മിറ്റിയിലെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള അവിടെ നിരന്തരം ഇടപെടുന്ന ഒരാളാണ് സുബൈദത്ത. അവരും നമ്മൾ വെച്ചിട്ടുള്ളത്. ആ വാർഡിനകത്ത് നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ വോട്ടും നമ്മുടെ കൈകളിലാക്കുകയും വലിയ രീതിയിലുള്ള വിജയം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിന്റെ ഗുണം നേരത്തെ പറഞ്ഞു. ആ വാർഡിൽ അഥവാ ഇപ്പോഴത്തെ 21, നേരത്തെ 17 ഇടതുപക്ഷത്തിന് അത്ര സ്വാധീനമുള്ള ഒരു വാർഡല്ല എന്നുള്ളത് വാസ്തവമാണ്. അവിടെ 3-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം UDFന്റെ അല്ലെങ്കിൽ ലീഗിന്റെ ഉറച്ച കോട്ടയായിരുന്നു. സ്വാഭാവികം അവിടെ ഒരു ഫാസിസ്റ്റ് ശക്തിയെ ചെറുത്ത് തോൽപ്പിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നതാണോ നല്ലത്, അതോ അവിടെ മറ്റെന്തെങ്കിലും സംവിധാനങ്ങൾ ഒരുക്കുന്നതാണോ, മറ്റാരെങ്കിലും വിജയിപ്പിക്കുന്നതാണോ നല്ലത്? അല്ല, നമ്മൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയങ്ങളാണല്ലോ, അല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് മാത്രമല്ല നമ്മളെ നയിക്കുന്ന ഘടകം എന്ന് പറയുന്നത്. നമുക്കൊരു പോളിസി, നമുക്ക് അവരെ തോൽപ്പിക്കുക, അവരെ അക്കൗണ്ട് പൂട്ടിക്കുക ഇല്ലേ, നമുക്കൊരു പോളിസിയാണ് ഇതിൽ. അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കാൻ കഴിയുന്ന വ്യക്തികളോ സംഘടനകളോ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കും. നിലവിലൊരു സാഹചര്യത്തിൽ ഇടതുപക്ഷ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയുന്ന ഒരു സാഹചര്യം അവർക്കുമില്ല, നമുക്ക് അവരുടെ ആശയങ്ങളോട് പൊരുത്തപ്പെടാൻ കഴിയാത്തൊരു സാഹചര്യം. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അത്തരം വാർഡുകളിൽ നമുക്ക് അങ്ങനെ ഒരു സംവിധാനം നിലവിലായിട്ടില്ല. ആവുന്ന ഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മേഖലയിൽ ഇത്തരത്തിലുള്ള ആളുകളെ പരാജയപ്പെടുത്താനുള്ള ശ്രമം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആലോചിക്കും. അത് തന്നെയാണ് നമ്മുടെ അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ അത് തന്നെയാണ് നമ്മൾ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്. ബ്ലോക്കിലേക്കും ജില്ലയിലേക്കുമുള്ള മാറഞ്ചേരിയുടെ മത്സര സാധ്യതകൾ കൂടി, പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഒരു ചെറിയ ബുദ്ധിമുട്ടിനെ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രമുഖ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി നമുക്ക് മുന്നിൽ ഇല്ലാത്തൊരു സാഹചര്യം. അതൊന്ന് വിശദീകരിച്ച് അതിന്റെ ബാക്കി കൂടി ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു. മാറഞ്ചേരി പഞ്ചായത്തിലെ 3 ബ്ലോക്ക് ഡിവിഷനാണ്. 3 ബ്ലോക്ക് ഡിവിഷനിലെ 2 ബ്ലോക്ക് ഡിവിഷൻ നമ്മൾ കുറേ കാലമായി നമ്മുടെ കയ്യിലാണ്. കഴിഞ്ഞ തവണയാണ് ഒരു ബ്ലോക്ക് ഡിവിഷനിൽ ചെറിയൊരു പ്രയാസം ഉണ്ടായത്. ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ 3 ബ്ലോക്ക് ഡിവിഷനും നമ്മൾ ജയിച്ചു കയറും. 100% ജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട്. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ജനം അത് വലിയ, ഇപ്പോൾ പെൻഷനായാലും പിന്നെ മറ്റ് ആനുകൂല്യങ്ങളും, സ്ത്രീ സുരക്ഷാ പെൻഷനും, പിന്നെ ഈ വിദ്യാർത്ഥികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പെൻഷൻ സ്കോളർഷിപ്പുകൾ അടക്കമുള്ള പദ്ധതികൾ, മാത്രമല്ല മാറഞ്ചേരിയിലെ സ്കൂളുകളുടെ വേണ്ടിയിട്ട് ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ള, മാറഞ്ചേരി പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുള്ള ഫണ്ടുകൾ അടക്കമുള്ള വിഷയങ്ങൾ ഇവിടെ ചർച്ചയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പാലവും ഒക്കെ ഇവിടെ ചർച്ചയാണ്. അതുകൊണ്ട് ജനം ഇരുകൈ നീട്ടി സ്വീകരിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം തീർച്ചയായിട്ടും മാറഞ്ചേരിയിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ 3 ഡിവിഷനിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിക്കും. 13-ാം തീയതി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടും. ജില്ലാ ഡിവിഷനിലേക്ക് മത്സരിക്കുന്ന നമ്മുടെ സാജിറ മനാഫ്, നമുക്കറിയാം മാറഞ്ചേരി വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു. വളരെ പ്രഗത്ഭമായ കഴിവ് തെളിയിക്കുന്ന ഒരു കാൻഡിഡേറ്റാണ് ഷാജിറ മനാഫ്. അവരും വലിയ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചു വരും. അതിലിപ്പോൾ നമുക്കുള്ള ഒരു പ്രയാസം, ഇപ്പോൾ നമ്മുടെ പനമ്പാട് ഡിവിഷനിൽ മത്സരിക്കുന്ന സഖാവ് VV സുരേഷ്, അവർ കഴിഞ്ഞ ദിവസം ചെറിയൊരു അപകടം പറ്റി അവർ സർജറിക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിലാണ്. ഇന്ന് വൈകുന്നേരം അവർ ഡിസ്ചാർജ് ചെയ്തെത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു 3-4 ദിവസക്കാലം തെരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടർമാരെ കാണാനുള്ള പീക്ക് ടൈമാണ്. അതാണ് അതിൻ്റെ ഒരു പീക്ക് ടൈമിൽ നമുക്ക് ചില വോട്ടർമാരെ, എന്നാലും ഒരു 90% വോട്ടേഴ്സിനെ കണ്ടുതന്നെയാണ് അതിൻ്റെ വർക്കുകൾ മുന്നോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം സംവിധാനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തന രീതി ഇപ്പോൾ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ പോലെ നിങ്ങൾക്കറിയാം ഒരു തെരഞ്ഞെടുപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് വളരെ എളുപ്പത്തിൽ നമ്മുടെ ബ്രാഞ്ച് കമ്മിറ്റികളും വാർഡ് കമ്മിറ്റികളുമായിട്ട് നമുക്കത് പരിഹരിക്കാൻ വേണ്ടി കഴിയും. അത് പരിഹരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വലിയ ഭൂരിപക്ഷം സഖാവ് VV സുരേഷ് ഏട്ടൻ അവിടെ നേടും എന്നുള്ളതാണ്. ശരി, നമുക്ക് അവസാനത്തിലേക്ക് പോകുമ്പോൾ
ഏകദേശം എത്ര സീറ്റ്, ഇപ്പൊ താങ്കൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുഴുവൻ സീറ്റുകളും ഞങ്ങൾക്ക് ലഭിക്കുമെന്നാണ് പറയുക, പക്ഷേ 22-ൽ എത്ര സീറ്റ് നിങ്ങൾക്ക് ഭരിക്കാനായിട്ട് കിട്ടും? ഏകദേശം എത്ര ശതമാനം ഉണ്ടാവുന്നെങ്കിലും നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, എത്ര സീറ്റാണ് ഉറച്ച സീറ്റായി പറയുന്നത്? നിങ്ങൾ പറഞ്ഞു തുടങ്ങിയിടത്ത് തന്നെ ഞാൻ പറയാം, 22 സീറ്റുകളും വിജയിച്ച് കയറാനുള്ള രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെന്ന് മാത്രമല്ല, നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകേണ്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമുക്ക് നോക്കിയാൽ അറിയാം, അവരുടെയൊക്കെ പരമ്പരാഗതമായി കൈവശം വെച്ചിരുന്ന സീറ്റുകളൊക്കെ തന്നെ അട്ടിമറിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ 1-ാം വാർഡിൽ ലീഗ് എത്രയോ കാലമായി കൈവശം വെച്ചിരുന്ന ഒരു സീറ്റാണ് കൈയടക്കിയത്. 17-ാം വാർഡിൽ മുസ്ലിം ലീഗിൻ്റെ കയ്യിൽ എത്രയോ കാലം ഉണ്ടായിരുന്ന സീറ്റാണ് അവിടെ SDP എടുക്കുന്നത്. 19-ാം വാർഡിൽ ലീഗിൻ്റെ ഒരു സ്വതന്ത്രം നിന്നുകൊണ്ടാണ് ലീഗിൻ്റെ കയ്യിലുള്ള സീറ്റ് വാങ്ങിക്കുന്നത്. ഇടതുപക്ഷത്തിന് തന്നെ ചില സ്ഥലങ്ങളിൽ ഞങ്ങളുടെ സ്വാധീന മേഖലയിൽ ഞങ്ങൾക്ക് പരാജയം ഉണ്ടായി. അപ്പോൾ തെരഞ്ഞെടുപ്പ് പഴയ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഏത് സീറ്റുകളും നേടാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 9.5 വർഷക്കാലമായി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ കോവിഡും പ്രളയവും ഒക്കെ വന്ന് ഈ നാട്ടിലെ ജനതയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ച ഒരു ഗവൺമെൻറ്റും ഭരണകൂടവും ഭരണ നേതൃത്വവും തീർച്ചയായിട്ടും ജനം അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം ഒരു പശ്ചാത്തലത്തിൽ 22 വാർഡുകളിലും നമുക്ക് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഏറ്റവും ശക്തമായ മത്സരങ്ങൾ നടക്കുന്ന 5-6 വാർഡുകളുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് 3-ാം വാർഡ്, നമ്മുടെ 12-ാം വാർഡ്, അങ്ങനെ എടുത്ത് നമുക്ക് പറയാൻ പറ്റുന്ന വാർഡുകൾ കുറച്ചുണ്ട്. ഇവിടെയൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ വിജയം ഫോട്ടോ ഫിനിഷിലേക്കൊക്കെ നീങ്ങുന്ന സാഹചര്യമാണ് നമ്മളടക്കം മനസ്സിലാക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് ഉറച്ചത് എന്ന് പറയാവുന്ന, മത്സരത്തിന്റെ റിസൾട്ടിന് കാത്തു നിൽക്കാതെ ഉറച്ചതെന്ന് പറയാവുന്ന വാർഡുകൾ എത്ര ഉണ്ടോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, നിലവിലെ നമ്മുടെ സ്ഥാനാർത്ഥികൾ, മാറഞ്ചേരിയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ വലിയ പ്രതീക്ഷകൾ നൽകുന്ന സ്ഥാനാർത്ഥികളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ സ്ഥാനാർത്ഥികളും മികവുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളാണ്. പിന്നെ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച 3-ാം വാർഡ് പോലെയുള്ള ചില വാർഡുകളിൽ അപ്പോൾ നമ്മുടെ ഒരു പ്രയാസം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പോൾ BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികളെ ചേർത്ത് നിർത്തിക്കൊണ്ട് കോൺഗ്രസ് അവരുടെ പ്രവർത്തനം നടത്തുന്നു. BJPയുടെ സ്ഥാനാർത്ഥി തന്നെ നിലവിൽ അവിടെ പ്രത്യക്ഷത്തിൽ ഗ്രൗണ്ടിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് പല വാർഡുകളിലും ഇത്തരത്തിലുള്ള, നേരത്തെ നമ്മൾ ഒരു കൊലീബി സഖ്യം എന്നൊക്കെ പറഞ്ഞ പോലെ കോൺഗ്രസ് ലീഗ് BJP സഖ്യം തീർച്ചയായിട്ടും മാറഞ്ചേരിയിൽ ഇപ്പോൾ അത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ എടുത്തു പരിശോധിച്ചാൽ അറിയാം എത്ര വാർഡുകളിൽ BJP മത്സരിക്കുന്നു, എത്ര വാർഡുകളിൽ BJP വളരെ ശക്തമായ രീതിയിലുള്ള ഫൈറ്റിംഗ് നടത്തുന്നു, നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വാർഡുകളിലും അവർ തമ്മിലുള്ളൊരു ധാരണകളുണ്ട്. 3-ാം വാർഡിൽ വിശിഷ്യ അതിനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതിനെ ഞങ്ങൾ പരാജയപ്പെടുത്തും, ഒരു സംശയം വേണ്ട. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ മാറഞ്ചേരിയിലെ ജനത അത്തരത്തിലുള്ള സഖ്യങ്ങൾക്കൊന്നും കൂട്ടുനിൽക്കുന്ന ആളുകളല്ല. അത് ഇടതുപക്ഷ മനസ്സും മതേതര മനസ്സും ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പല കേന്ദ്രങ്ങൾ, ഇപ്പോൾ 16-ാം വാർഡിൽ ഇത്തരത്തിലുള്ള ഒരു വർഗീയതയുടെ കാടിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നട്ടാൽക്കൊരുക്കാത്ത നുണപ്രചരണങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക, വളരെ വലിയ രീതിയിലുള്ള വർഗീയതയും അല്ലെങ്കിൽ ചേരിതിരിവുകളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസ് നടത്തുന്നത്. അതിന് മാറഞ്ചേരിയിലെ ജനത അവർക്ക് മറുപടി കൊടുക്കുമെന്നാണ് പറയാറ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് LDFുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു കാഴ്ചപ്പാടുകളും അതുപോലെ അവരുടെ പ്രതീക്ഷകളും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവരുടെ ചിത്രവും ഇതാണ്. LDFിന്റെ പറയാനുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഇനി നമുക്കുള്ളത്, ഇനി വോട്ടർമാരുടെ ഊഴമാണ് ഈ പറയുന്ന കാര്യങ്ങൾ. ഇന്നലെ നമ്മൾ LDFുമായും UDFുമായി ബന്ധപ്പെട്ടും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി 22 വാർഡുകളുടെ വിശദാംശങ്ങളും ഒക്കെ നമ്മൾ പങ്കുവച്ചു. ഇനി തീരുമാനമെടുക്കേണ്ടത് നിങ്ങളായ ഓരോ വോട്ടർമാരാണ്. ഇതിൽ ആരെ സ്വീകരിക്കണം, ആരെ തള്ളണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള ഇനിയത്തെ അവസരം നിങ്ങൾക്കാണ്. നിങ്ങളാണ് ഇവിടെ ചരിത്രം രചിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവരെ, നമുക്ക് ഗുണകരമാകും എന്ന് ഉറപ്പുള്ളവരെ, മതം പറയാത്തവരെ, മതം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കാത്തവരെ, ജാതി പറഞ്ഞ് വോട്ട് ചോദിക്കാത്തവരെ, നമ്മളെ ഭിന്നിപ്പിക്കാത്തവരെ, അവരെയൊക്കെ തിരഞ്ഞെടുക്കാനും അഴിമതിയില്ലാത്ത ഒരു ഭരണം ഈ നാട്ടിൽ കാഴ്ചവെക്കാനും ഒക്കെ ആരാണോ യോഗ്യരെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അവരെ തിരഞ്ഞെടുക്കാനുള്ള അവസരമാണ്. ആ തെരഞ്ഞെടുപ്പിന്റെ ഒരവസരവും പാഴാക്കാതെ അത് കൃത്യമായി വിനിയോഗിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീമാൻ ഷിനീഷിന് ഈ ഒരു വേദിയിലെത്തിയതിന്, LDFിനെ പ്രതിനിധിച്ചുകൊണ്ട് ഈ വേദിയിലെത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് JP ടോക്സിന്റെ ഈ വോട്ട് വർത്തമാനത്തിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നാളെ വോട്ടെടുപ്പ് കഴിഞ്ഞ ശേഷമുള്ള കൂട്ടലും കിഴിക്കലും അവലോകനങ്ങളുമായി വളരെ വ്യത്യസ്തമായ ഒരു അധ്യായത്തിലേക്ക് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം വിട പറയുന്നു. നന്ദി, നമസ്കാരം.